നല്ല രീതിയിലൊന്ന് അരിച്ച് മാത്രം ഇടുക. വേറെ ഒന്നിനുമല്ല, നല്ല രീതിയിലുള്ളൊരു എയറേഷൻ ഉണ്ടാവാനാണ്. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. 30-35 മിനിറ്റോളം നമുക്ക് ഏകദേശം കേക്ക് ബേക്കാവാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, കുട്ടി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ലാസ്റ്റ് കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടം മാക്സിമം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയാണ്. അപ്പോൾ മുട്ട ഏകദേശം ഒരു 4 മുട്ടയോളം നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഈ കേക്കിന്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റെസിപ്പിയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ശരിക്കും പൊടിച്ച് തന്നെ യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പൗഡർ ഷുഗർ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ ഒന്ന് അരിച്ചിട്ട് യൂസ് ചെയ്തത്. കാരണം തരി വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ പഞ്ചസാരയുടെ. അപ്പോൾ തരി വന്നു കഴിഞ്ഞാൽ നമ്മളെ കേക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ ബീറ്റർ ഉണ്ടാകുന്നതുകൊണ്ടാണ് യൂസ് ചെയ്തത്. ഒരു കുഴപ്പമില്ല, നമുക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. നോർമൽ നമ്മൾ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു ക്രീമി ടെക്സ്ചർ, അതായത് ചെറിയൊരു ഫോമി ടെക്സ്ചറിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം ഇതിന്. അപ്പോൾ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഫ്ലേവറിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വാനില എസൻസാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടീസ്പൂണോളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഫ്ലേവറിംഗ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈദയാണ്. അപ്പോൾ മൈദയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിലും അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ മൈദയും നിങ്ങൾ എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് അരിച്ച് മാത്രം ഇടുക. വേറെ ഒന്നിനുമല്ല, നല്ല രീതിയിലുള്ളൊരു എയറേഷൻ ഉണ്ടാവാനാണ്. പിന്നെ എന്തെങ്കിലും വലിയ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവും. അതിനോടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൈദ ഇട്ടതിന് ശേഷം ഒരിക്കലും ബീറ്റർ യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഒരു സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. സ്പാച്ചുല വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈദ നല്ല രീതിയിൽ മിക്സ് ആവാതെ കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കേക്ക് ടിന്നിലാണ്. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ വേണമെന്നില്ല, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഓവറായിട്ട് ഉപയോഗിക്കരുത്, കാരണം നമ്മൾ കേക്ക് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ അതിൻ്റെ എയർ ബബിൾസ് കളയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കറക്കി വിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകും. പിന്നെ നമ്മൾ ഓവൻ ഇല്ലാത്തതുകൊണ്ട് ആക്ച്വലി ഒരു ഓവൻ സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ഉള്ളവർക്ക് അതിൽ ബേക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് റിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിങ് വെച്ചിട്ട് നമ്മളൊരു 10-15 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചത്. ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30-35 മിനിറ്റോളം നമുക്ക് ഏകദേശം കേക്ക് ബേക്കാവാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രേ പോലെ ഇരിക്കും ബേക്കായി വരുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായതിനു ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ കേക്ക് ഇപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എല്ലാവരും മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട പുതിയ വീഡിയോസൊക്കെ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഉറപ്പായും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ വന്നതിനോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.